സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന വയനാട്ടിലേക്കുള്ള ഈ യാത്ര ഓരോ വളവിലും പുതിയ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒന്നാണ്. കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ഈ ചുരം പശ്ചിമഘട്ട മലനിരകളുടെ ഹൃദയഭാഗത്തുകൂടിയാണ് കടന്നുപോകുന്നത്. 9 ഹെയർപിൻ വളവുകൾ താണ്ടി മുകളിലേക്ക് കയറുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം കൂടുതൽ അടുത്തറിയാൻ കഴിയും. താഴെ വിരിഞ്ഞു നിൽക്കുന്ന തായ്വരകളും ദൂരെയായി കാണുന്ന മലനിരകളും പച്ചപ്പിൽ മൂടിയ വനപ്രദേശങ്ങളും മനസ്സിനെ കീഴടക്കും. മഴക്കാലത്ത് ഈ പ്രദേശം മറ്റൊരു ലോകമായി മാറുന്നു. മലകളെ പൊതിഞ്ഞു നിൽക്കുന്ന മഞ്ഞും കാറ്റിനെ പോലെ ഒഴുകി എത്തുന്ന മേഘങ്ങളും പച്ചപ്പാർന്ന മയച്ചോല വനങ്ങളും ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു. നമ്മളൊന്ന് വയനാട് യാത്രയിലാണുള്ളത്. രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങി, ഇപ്പോൾ സമയം 11:15. വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുന്നു. ആക്ച്വലി വയനാട് ചുരം എന്ന് പേരേ ഉള്ളൂ. കോഴിക്കോട് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 14 കിലോമീറ്റർ ഉള്ളൊരു ചുരമാണിത്, വയനാട് ചുരം എന്ന് പറയുന്നത്. 9 ഹെയർപിന്നോട് കൂടിയിട്ടുള്ളത്. വയനാട് ചുരത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്, പണ്ട് മലബാറുമായിട്ട് വയനാട് ഭാഗത്തുള്ള സുഗന്ധദ്രവ്യങ്ങൾ, കുരുമുളക്, തേയില, കാപ്പി, ഏലൊക്കെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തൊരു മലയോര പാതയാണ് ഇതെന്ന് പറയുന്നത്, വയനാട് ചുരം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് എഞ്ചിനീയറായിട്ടുള്ളൊരു മിസ്റ്റർ കൊളോനി എന്നൊരു സൈറ്റിൻ്റെ പേര്, പുള്ളിയാണിത് കണ്ടുപിടിച്ചത്. പറഞ്ഞാൽ ഒരു ആദിവാസിയായിട്ടുള്ള കരിന്തണ്ണനാണ് വഴി കാണിച്ചു കൊടുത്തിട്ട്, പിന്നീട് കരിന്തണ്ണനെ അവർ കൊലപ്പെടുത്തിയതായിട്ടൊക്കെ കഥകളിൽ കേൾക്കുന്നുണ്ട്. ചുരത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ചില സമയത്ത് ഡാർക്ക്നെസ് അല്ല, ചില സമയത്ത് നല്ല മഞ്ഞ് മൂടിയ കാലാവസ്ഥയായിരിക്കും. ഈ പച്ചപ്പ്, അതുപോലെ ചില വെള്ളച്ചാട്ടങ്ങളൊക്കെ വരുന്നുണ്ട്, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ. അതൊക്കെ ഈ ഇതിൻ്റെ ഭംഗി കൂട്ടുന്നു. അടിവാരത്തുനിന്ന് തുടങ്ങിയിട്ട് നമ്മൾ വയനാട് എന്ന പേര് തന്നെ വയൽനാട് എന്നതിൽ നിന്നാണ് ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. ചരിത്രവും സംസ്കാരവും പ്രകൃതിയും ഒരുപോലെ ചേർന്ന് നിൽക്കുന്ന നാടാണ് വയനാട്. പുരാതന വ്യാപാര പാതകളും ആദിവാസി സംസ്കാരവും ഈ മണ്ണിൻ്റെ പ്രത്യേകതകളാണ്. പ്രകൃതിയും പച്ചപ്പും മലകളുടെ മഹത്വവും മേഘങ്ങളുടെ കളിയാട്ടവും ഒരുമിച്ച് സമ്മാനിക്കുന്ന വയനാട് ചുരം ഓരോ യാത്രികൻ്റെയും മനസ്സിൽ മായാത്ത ഓർമ്മകൾ സൃഷ്ടിക്കുന്ന ഒരു അത്ഭുതമാണ്. വയനാട് ചുരം കയറി മലയോര കാഴ്ചകൾ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് സുഗന്ധഗിരി. പച്ചപ്പാർന്ന മലനിരകളും തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും സുഗന്ധവ്യഞ്ജന കൃഷിയിടങ്ങളും ചേർന്ന് പ്രകൃതിയുടെ അപൂർവ സൗന്ദര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. വയനാടിൻ്റെ പ്രകൃതി ഭംഗിയും കൃഷി സംസ്കാരവും ഒരുമിച്ച് അനുഭവിക്കണമെങ്കിൽ സുഗന്ധഗിരിയിലേക്കുള്ള യാത്ര തീർച്ചയായും നിങ്ങളുടെ ഓർമ്മകളിൽ ഇടം പിടിക്കും.
നിർബന്ധമായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത്. നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് തന്നെ നമ്മുടെ ചുരത്തിൻ്റെ അവിടുന്ന് മുതലാണ് വീഡിയോ എടുക്കാറുള്ളത്. ശരിക്കും താമരശ്ശേരി ചുരം എന്ന് പൊതുവെ എല്ലാവരും കോമൺ ടോക്കായിട്ട് പറയുന്നത് വയനാട് ചുരം എന്നാണ്. പക്ഷെ അത് കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ പോലും പൊതുവെ എല്ലാവരും പറയുന്നത് വയനാട് ചുരം എന്നാണ്. വയനാട് ചുരത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ട്രാൻസ്പോർട്ട് സുഗന്ധദ്രവ്യങ്ങൾ, കുരുമുളക്, ഏലം, തേയില ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ മലബാറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബ്രിട്ടീഷുകാർ കണ്ടെത്തിയിട്ടുള്ളൊരു പാതയാണ് വയനാട് ചുരം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് എഞ്ചിനീയറായിട്ടുള്ളൊരു HV കൊളോനി, കൃത്യമായി ഞാൻ പേര് ഓർക്കുന്നില്ല, പുള്ളിയാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഈ വഴി കാണിച്ചു കൊടുത്തൊരു ആദിവാസി ഉണ്ട്, കരിന്തണ്ണൻ എന്ന് പറയും. പുള്ളിയാണ് ഈ വഴി കാണിച്ചു കൊടുത്തത്. പിന്നീട് ഈ പുള്ളിയെ കൊലപ്പെടുത്തിയതായിട്ടാണ് ചരിത്രത്തിലൊക്കെ പറയുന്നത്. വയനാടിൻ്റെ പ്രകൃതി ഭംഗിക്കപ്പുറം ഇവിടുത്തെ ആദിവാസി സമൂഹങ്ങളുടെ സമ്പന്നമായ സംസ്കാരവും ജീവിത രീതിയും അടുത്തറിയാൻ കഴിയുന്ന ഒരു പ്രത്യേക ഇടമാണ് എന്നൂർ ട്രൈബൽ വില്ലേജ്. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ പൈതൃക ഗ്രാമം വയനാട്ടിലെ വിവിധ വിഭാഗങ്ങളുടെ ജീവിതവും സംസ്കാരവും സന്ദർശകർക്ക് പരിചയപ്പെടുത്തുകയുമാണ് ലക്ഷ്യമിടുന്നത്. എന്നൂരിൻ്റെ ഓരോ കോണിലും ആദിവാസി കലയും കരകൗശല വൈദഗ്ധ്യവും കാണാം. മുളയും മരവും ഉപയോഗിച്ച് നിർമ്മിച്ച ഉപകരണങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, വേട്ടയാടലിനും കൃഷിക്കും ഉപയോഗിച്ചിരുന്ന പാരമ്പര്യ സാമഗ്രികൾ എന്നിവ അവരുടെ ജീവിതചരിത്രം പറയുന്നുണ്ട്. വയനാട് ലക്കിടിയിലുള്ള എന്നൂർ എന്ന് പറയുന്ന ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജിലാണ് ഉള്ളത്. ഇവിടെ വയനാട്ടിലെ ആദിവാസികളുടെ കലാ സാംസ്കാരിക പരമ്പരാഗതമായുള്ള വീടുകൾ, അതുപോലെ അവരുടെ ഭക്ഷണ രീതികളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആദിവാസി സമൂഹങ്ങളുടെ നൃത്തകലകളും സംഗീത പാരമ്പര്യങ്ങളും ഇവിടെ പ്രധാന ആകർഷണങ്ങളാണ്. താളവാദ്യങ്ങളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്ന നൃത്തങ്ങൾ അവരുടെ ആഘോഷങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമാണ്. പ്രകൃതിയും സംസ്കാരവും ചരിത്രവും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു അപൂർവ യാത്രാനുഭവമാണ് എന്നൂർ.
ഇവിടെ എത്തുമ്പോൾ ആദ്യം ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് പരമ്പരാഗത ആദിവാസി വീടുകളാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന അവരുടെ ജീവിത രീതിയും നിർമ്മാണ ശൈലിയും ഈ വീടുകളിലൂടെ മനസ്സിലാക്കാം. ഈ മനോഹരമായ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം. ബൈ.